എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചരി ഒന്നും ഇല്ലാതെ തന്നെ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന ഈ ഒരു അരി കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തൂവെള്ള ഇഡലിയാണ്. സാധാരണ നമ്മൾ പച്ചരി കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമാണ്, നല്ല രുചിയുള്ള ഇഡലിയാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഈ ഒരു ഇഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഒരു കുറച്ച് പോലും എടുക്കുന്നില്ല. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന ഈ ഒരു വെള്ള ചാക്കരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു വെള്ള അരി തന്നെ എടുക്കുകയാണെങ്കിൽ ഇഡലിയുടെ കളറൊന്നും മാറിപ്പോവാതെ നല്ല തൂവെള്ളയായിട്ട് തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 കപ്പ് അളവിൽ അരി ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അളവ് കപ്പില്ലെങ്കിൽ നമ്മൾ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു വെള്ളം ഉഴുന്നൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സിനനുസരിച്ച് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരു തവണയല്ല, ഒരു 4-5 തവണ നന്നായിട്ട് ഒന്ന് കഴുകണേ. അപ്പം നല്ല പോലെ തന്നെ കഴുകി ഞാനിവിടെ അരിയൊന്നും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പച്ചരിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ചോറ് വെക്കുന്ന അരിയല്ല എടുത്തിരിക്കുന്നത്. ഇത് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം എടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അരി ഒരു 8-9 മണിക്കൂറോളം തന്നെ നല്ല പോലെ തന്നെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു അരിയെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നാൽ നമുക്ക് മിക്സിയിലായതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ കുതിരാൻ വെച്ചാലും മതി. മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതൊരു 8-9 മണിക്കൂർ ഇതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഉഴുന്നാണ്. സാധാരണ നമ്മൾ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ഉഴുന്നെടുക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു ചോറ് വെക്കുന്ന ഈ ഒരു വെള്ള അരിയല്ല എടുത്തത്, അതുകൊണ്ട് 4 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഈ ഒരു സ്പ്ലിറ്റ് ഉഴുന്നാണ്. മുഴുവനായിട്ടുള്ള ഉഴുന്നാണെങ്കിൽ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിൽ ഉഴുന്നും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്. ഉലുവ ഒരുപാട് കൂടി പോകരുത്, കൂടിപ്പോയാൽ ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതുപോലെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുത്താൽ ആ ഒരു ഇഡലിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഉഴുന്നും കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉഴുന്ന് നമുക്കൊരു 8-9 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ട് അത്രയും സമയമൊന്നും എടുക്കത്തില്ല. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഉഴുന്നങ്ങ് കുതിർന്ന് വരും. പക്ഷെ നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഉഴുന്നും അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു 8-9 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് ആണ് വെച്ചിരുന്നത്. ഈ ഒരു അരിയെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ അരിയുടെ ഉഴുന്നിൻ്റെ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞെടുത്തിട്ട് വരാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ഉഴുന്ന് ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് അരച്ചിട്ടെടുക്കാം. രണ്ടും കൂടി ഒരുമിച്ച് അരയ്ക്കുന്നതിന് നല്ലത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ആ ഒരു ഉഴുന്ന് മുഴുവനും ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ ചെറിയ തരികളുണ്ടാവും. വീണ്ടും ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. സാധാരണ നമ്മൾ ഇഡലിക്ക് എങ്ങനെയാണോ മാവ് അരച്ചിട്ടെടുക്കുന്നത് ആ ഒരു കട്ടിക്ക് ഒരുപാടങ്ങ് ലൂസായിട്ട് പോവാതെ ചെറിയൊരു കട്ടിക്ക് ഇരിക്കുന്ന രീതിയിൽ മാവ് അരച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഉഴുന്ന് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. വീണ്ടും 1/2 കപ്പ് കൂടി ചേർത്ത് 1 കപ്പ് വെള്ളമാണ് ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചിട്ടെടുക്കേണ്ടത് അരിയാണ്. അരി കുറച്ച് ഏറെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 3 തവണയായിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കുന്നത്. അരി ഞാൻ 3 തവണയായിട്ടല്ല അരച്ചിട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറയാവേ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര വെള്ളമായിന്ന്. പക്ഷേ ഈ ഒരു ചോറ് വെക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് വെള്ളം ആയിരിക്കണമെന്നില്ല കേട്ടോ. നമ്മളെടുക്കുന്ന അരിയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കൂടിയോ കുറഞ്ഞൊന്നോ ഇരിക്കാം. സാധാരണ നമ്മൾ ഇഡലിക്ക് മാവ് അരയ്ക്കുന്ന പോലെ തന്നെ ഒരുപാട് വെള്ളം ആയി പോവാതെ അരച്ചിട്ടെടുത്താൽ മതി. ലാസ്റ്റ് ഞാൻ ആ ഒരു മാവിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം.
അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു അരി ആയതുകൊണ്ട് നമ്മൾ പച്ചരി അരയ്ക്കുന്ന പോലെയല്ല, വെള്ളം കുറച്ച് കൂടുതൽ വരും. എന്തായാലും നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് നിർത്തി അരച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു അരിയും കൂടെ നമുക്കൊരു 2 തവണയായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇത് നമുക്ക് ഒരു ഉഴുന്നടിച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. രണ്ടാമത് ഞാൻ ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൂന്നാമത്തെ തവണ അരിയെല്ലാം നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരി മാത്രം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി ഇളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ എനിക്കൊരു 5.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. നമ്മളെടുക്കുന്ന അരിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ ഇരിക്കാം കേട്ടോ. ഇതിന് നമുക്ക് നല്ല പോലെ തന്നെ എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. ഇതിലേക്കൊരു സ്വല്പം കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 1/4 കപ്പും കൂടെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ലാസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതുപോലെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ ഒരു ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ ഈ ഒരു പരുവത്തിന് വേണം ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ തന്നെ കൈ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പുളിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിന് നിറയെ മാവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് മാവെടുത്ത് ഞാൻ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. പുളിക്കുന്ന സമയത്ത് ഈ ഒരു മാവ് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ മാവ് നമ്മൾ പുളിക്കാൻ വെക്കുന്ന സമയത്ത് പാത്രത്തിൽ നിറയെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 8-9 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ലപോലെ തന്നെ പുളിച്ചു പൊങ്ങി വരുന്നതാണ്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കാതിരിക്കും കേട്ടോ. അതൊരു 8-9 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മാവൊന്ന് നോക്കുക. പുളിക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു മാവ് എനിക്കിപ്പോൾ ഇവിടെ ഒരു 8 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നല്ല പോലെ തന്നെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് ഇളക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയതായിട്ട് ലൂസ് പരുവാക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഇഡലിയുടെ കറക്റ്റ് ഒരു മാവിൻ്റെ പരുവം. ഇതിന് നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇഡലി പാത്രത്തിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഡലിത്തട്ട് വെച്ച് കൊടുക്കാം. വെള്ളം ചൂടായി നല്ല പോലെ തന്നെ ആവി കയറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇഡലിത്തട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്താൽ ആ ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ലപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ആവിയൊന്ന് കയറി വരുന്നുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ നിറയെ മാവ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ തട്ടും കൂടെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്കും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഒരുപാട് നമ്മൾ തീയങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് ലോയിലോ ആയി പോകണ്ട. ഏകദേശം ഒരു 9-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇഡലി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇഡലി വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡലി എല്ലാം തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഈ ഒരു ഇഡലി തട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നല്ല പോലെ തന്നെ അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം ഇഡലി അതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്.
എങ്കിലേ അടിയിലൊന്നും പിടിക്കാതെ നല്ല പോലെ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടത്തുള്ളൂ. ഇഡ്ഡലി തട്ടിന് ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഡ്ഡലി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇഡ്ഡലി അതിനകത്തുനിന്ന് എടുക്കരുത് കേട്ടോ, എങ്കിൽ അതിനകത്ത് അങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കുന്ന ഈ ഒരു അരി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് ഇഡ്ഡലിയുടെ ആ ഒരു രുചിക്കൊന്നും ഒരു കുറവും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ ആ ഒരു പച്ചരി വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയുമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നിയോ സാമ്പാറോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം. അപ്പോൾ പച്ചരി ഉപയോഗിക്കാതെ നമ്മൾ ചോറ് വെക്കുന്ന ഈ ഒരു അരി വെച്ചിട്ട് നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.